എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 5th ചാപ്റ്റർ ആയ ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ ആൻഡ് കൺസർവേഷൻ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു വൺ ഷോട്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, പ്രോബ്ലംസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം ഉണ്ടാവും. നിങ്ങൾ ഓരോന്നും കാണുക കേട്ടോ. ചാപ്റ്റർ കംപ്ലീറ്റ് ആയി പഠിച്ചതിന് ശേഷം എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു റിവിഷൻ നോക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ അല്ലേ, അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിക് എനർജി പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്താണ്, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ ഇലക്ട്രിക് എനർജി ഉപയോഗിച്ച് പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ടല്ലോ. അതായത് ഇലക്ട്രിക് എനർജിയെ നമ്മൾ പല രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അത് ഏതാണോ ഡിവൈസിന് ഏതാണോ അത് ഉപയോഗിക്കുന്നത് ആ ഫോമിലേക്കാണ് നമ്മൾ ഇലക്ട്രിക് എനർജിനെ കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. അതാണ് ഇലക്ട്രിസിറ്റിയുടെ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് the useful form of energy into which an appliance mainly converts electric energy. ഒരു അപ്ലയൻസ് ഇലക്ട്രിക് എനർജീനെ അതിന്റെ യൂസ്ഫുൾ ഫോം ഓഫ് എനർജിയിലേക്ക് മാറ്റും. മനസ്സിലായല്ലോ, അതാണ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഉദ്ദേശിക്കുന്നത്. ഹീറ്റിംഗ് എഫക്ട് ഉണ്ട്, ഇതാ കെറ്റിൽ, ഇതൊക്കെ എന്താണ് ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. അയൺ ബോക്സ് ഹീറ്റിംഗ് എഫക്റ്റ് ആണ് വരുന്നത്. ഇതാ ബൾബ് എന്താണ് വരുന്നത്, ലൈറ്റിംഗ് എഫക്റ്റ് ആണ് വരുന്നത് അല്ലേ. അപ്പൊ ഓരോന്നിനും എന്താണ്, ഡ്രില്ലർക്ക് എങ്ങനെയാണ് മെക്കാനിക്കൽ ഇല്ലേ, മെക്കാനിക്കൽ എഫക്റ്റ് ആണ് അവിടെ വരുന്നത് ഇല്ലേ. അപ്പൊ ഓരോന്നിനും ഓരോ എഫക്റ്റ് ആണ്. എല്ലാത്തിലേക്കും നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ഇലക്ട്രിക് എനർജിയാണ്. അപ്പൊ ഇലക്ട്രിക് എനർജി വിവിധ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം, ചില അപ്ലയൻസിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അവിടുത്തെ എനർജി കൺവേർഷൻ എന്താന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാ നോക്കൂ കേട്ടോ, ഇലക്ട്രിക് കെറ്റിലാവുകയാണെങ്കിൽ എന്താണ്, ഇലക്ട്രിക് എനർജിനെ ഹീറ്റ് എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്താണ്, ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ഇനി മിക്സിയുടെ കേസിലോ ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് എന്നല്ലേ, മെക്കാനിക്കൽ എഫക്റ്റ് ആണ് അവിടെ നടക്കുന്നത്. ഇനി ഇലക്ട്രിക് അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് എനർജിനെ ഹീറ്റ് എനർജി ഇല്ലേ, ഹീറ്റ് എനർജി ആക്കി മാറ്റുവാണ്. അയൺ ബോക്സ് ഇല്ലേ, അവിടെ ഹീറ്റിംഗ് എഫക്റ്റ് ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ സോൾഡറിങ് അയൺ ഇല്ലേ, അവിടെ എന്താണ്, സോൾഡറിങ് അയൺ ഇങ്ങനെയാണ് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെയും ഹീറ്റിംഗ് എഫക്റ്റ് ആണ് നടക്കുന്നത്. ഇലക്ട്രിക് ഓവൻ ഉണ്ട്, അവിടെയും ഹീറ്റ് എനർജി ആയിട്ട് മാറ്റുന്നുണ്ട്, ഹീറ്റിംഗ് എഫക്റ്റ് ആണ് നടക്കുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹീറ്റിംഗ് എഫക്റ്റ് ആയതുകൊണ്ടാണ് കൂടുതലും അപ്ലയൻസസിന്റെ കേസിൽ ഇവിടെ ഹീറ്റിംഗ് എഫക്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബൾബിന്റെ കേസിൽ വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലൈറ്റിംഗ് എഫക്റ്റ് പറയാം. മനസ്സിലായല്ലോ. അപ്പം ഇതൊരു ഇങ്ങനെ കുറച്ച് അപ്ലയൻസിന്റെ കാര്യവും അതിന്റെ എനർജി കൺവേർഷൻ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഏതാണ്, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ്. അത് ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ ഹീറ്റ് എനർജി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞ് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഒരു കണ്ടക്ടറുടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റ് എന്ന് പറയും കേട്ടോ. ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് എപ്പോഴാണ്, വെൻ ഇലക്ട്രിസിറ്റി ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൽ കൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ നിന്നാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റ് എന്ന് പറയും. മനസ്സിലായല്ലോ. ഇനി അപ്ലയൻസസ് ഉണ്ടല്ലോ, ഒരു ഡിവൈസ് ഉണ്ടല്ലോ, ആ ഡിവൈസിന്റെ ഏത് പാർട്ടാണ് അവിടെ എന്താണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് എനർജി കൊടുത്തു കഴിയുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പാർട്ട് കാണും. ആ ഒരു പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഹീറ്റിംഗ് എലമെന്റ് എന്ന് പറയും കേട്ടോ. ഹീറ്റിംഗ് എലമെന്റ് അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നോക്കാം, ദി പാർട്ട് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഹീറ്റ് എനർജി ഇൻ ഹീറ്റിംഗ് അപ്ലയൻസസ് ഈസ് എ ഹീറ്റിംഗ് എലമെന്റ് ഓർ ഹീറ്റിംഗ് കോയിൽ. ഹീറ്റിംഗ് അപ്ലയൻസസിൽ അതാണ് ഏത് പാർട്ടാണ് അവിടെ ഹീറ്റ് എനർജി യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നല്ലോ, ഹീറ്റ് എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറ്റ് എനർജി യൂസ് ചെയ്യുന്നത് ആ ഒരു പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഹീറ്റിംഗ് എലമെന്റ് അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽ എന്ന് പറയും. ഹീറ്റിംഗ് കോയിലായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അലോയി ആണ്. ഏതാണ് ആ അലോയി, നിക്രോം ആണ് കേട്ടോ. ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത് നിക്രോം ആണ്. നിക്രോം എന്ന് വെച്ചാൽ ഒരു അലോയി ആണ് കേട്ടോ. നിക്കൽ ക്രോമിയം അയൺ ഇതിൻ്റെ ഒരു അലോയി ആണ് നിക്രോം എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ നിക്രോം ഒരു ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കാൻ കാരണം, അതിൻ്റെ പ്രത്യേകതകളുണ്ട്. അതായത് നിക്രോമിന് ചില പ്രത്യേകത ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് കൊണ്ടാണ് നിക്രോം ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം. അപ്പൊ എന്തൊക്കെയാണ് ആ പ്രത്യേകതകളെന്ന് നോക്കാം. എന്തൊക്കെയാന്ന് നോക്കിയാൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പോയിന്റുകളാക്കി പഠിക്കുക കേട്ടോ. എന്താണ്, ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് ഉയർന്ന താപനിലയിൽ അത് ഓക്സിജനുമായിട്ടോ അല്ലെങ്കിൽ മറ്റു ഓക്സികാരങ്ങളുമായിട്ടോ സമ്പർക്കത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് അതവിടെ നശിച്ചു പോയല്ലോ, അതാണ് ഓക്സിഡേഷൻ പ്രതിരോധം ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്. പിന്നെന്താണ്, എബിലിറ്റി ടു പ്രൊവൈഡ് ഹീറ്റ് എനർജി ഫോർ എ ലോങ് ടൈം ഇൻ എ റെഡ് ഹോട്ട് സ്റ്റേറ്റ്. അതായത് ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ട് കേട്ടോ. അതൊരു മറ്റൊരു എബിലിറ്റിയാണ് എന്തിൻ്റെ, നിക്രോമിൻ്റെ.
ഇനി എന്താണ്, ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റും ഉണ്ട്. മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഹൈ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നിക്രോം നമ്മൾ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്, നോക്കിക്കോളൂ കേട്ടോ. ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന നിക്രോം ആണ്. നിക്രോമിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാമാണ് പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ നിക്രോമിന്റെ ഒരു പ്രത്യേകതയാണെന്ന് പറഞ്ഞാൽ ഹൈ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ഹൈ റെസിസ്റ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? റെസിസ്റ്റിവിറ്റി എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ, ആ ഒരു കണ്ടക്ടറിന്റെ ഒരു ചാലകം ഉണ്ടല്ലോ, ആ ചാലകത്തിന്റെ പ്രതിരോധത്തെ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റെസിസ്റ്റിവിറ്റി ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. അതെന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? നോക്കൂ, അത് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, അതായത് വൈദ്യുത പ്രതിരോധം ഉണ്ടല്ലോ, ചാലകത്തിന്റെ പ്രതിരോധം ഉണ്ടല്ലോ, ആ ഒരു പ്രതിരോധത്തെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതാ നോക്കുക, ഒരു ചാലകത്തിന്റെ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ. റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ലെങ്തും അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ്. അപ്പം റെസിസ്റ്റൻസ് എങ്ങനെയാണ്, ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസും കൂടും, അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കേട്ടോ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുവാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയും. അതായത് റെസിസ്റ്റൻസും ലെങ്തും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, നേർ അനുപാതത്തിലാണ്. അതേസമയം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും റെസിസ്റ്റൻസും എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, R ഈസ് ഈക്വൽ ടു റോ എൽ ഡിവൈഡഡ് ബൈ എ എന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. എന്ത് വരും റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ? R A ഡിവൈഡഡ് ബൈ എൽ എന്ന് വരും കേട്ടോ. R A ഇതിന് റെസിസ്റ്റിവിറ്റി എടുക്കുന്നുള്ളൂ, R A ഡിവൈഡഡ് ബൈ എൽ. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന റോ വെച്ചിട്ടാണ്. അതിന്റെ യൂണിറ്റ് ഓർത്തിരിക്കുക, ഓംമീറ്റർ ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഏതാണ്? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, നമുക്കറിയാം അല്ലേ? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഏതാണ്? ഓം മീറ്റർ. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഏതാണ്? ഓം മീറ്റർ ആണെന്ന് പറഞ്ഞില്ലേ? ഇനി നമ്മളൊരു കണ്ടക്ടറുടെ ഇലക്ട്രിസിറ്റി, സപ്പോസ് ഇതൊരു കണ്ടക്ടർ ആണ്, അപ്പൊ ഈ ഒരു കണ്ടക്ടറുടെ ഇലക്ട്രിസിറ്റി കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടക്ടർ എന്ത് സംഭവിക്കും? അവിടെ ഹീറ്റ് ഇല്ലേ? ആ കണ്ടക്ടർ ഇലക്ട്രിസിറ്റി കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതിലൂടെ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? കറന്റ് ഉണ്ട്. ആ കണ്ടക്ടറിലൂടെ എന്തുമാത്രം കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ കണ്ടക്ടറിന് റെസിസ്റ്റൻസ് കാണും, റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുമാത്രം സമയമാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നത്, അതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നില്ല? അപ്പൊ അതനുസരിച്ചിട്ടാണ് ആ കണ്ടക്ടറിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാ നോക്കുക, ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസർ ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിലെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കറന്റ് ആണ്, റെസിസ്റ്റൻസ് ആണ്, അതുപോലെ തന്നെ ദ ടൈം ഫോർ വിച്ച് ദ കറന്റ് ഫ്ലോസ്. അപ്പൊ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ജൂൾസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ജൂൾസ് ലോ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഹീറ്റിംഗ് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ലോ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ജൂൾസ് ലോ എന്ന് പറയുന്നത്. പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ജൂൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസർ ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസർ ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇങ്ങനെയാണ്, ഡയറക്ട്ലി ഉണ്ടോ, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി കറന്റ്. കറന്റിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ എങ്ങനെയാണ്? ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ഓൾസോ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ടൈം ഫോർ വിച്ച് ദ കറന്റ് ഫ്ലോസ്. എന്തുമാത്രം സമയമാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നത്. നമുക്ക് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് എങ്ങനെ എഴുതാം? H പ്രപ്പോർഷണൽ ടു I സ്ക്വയർ RT എന്ന് എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ ജൂൾസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ജൂൾസ് ലോ ഹീറ്റിംഗ് എഫക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ലോ ആണ്. ജൂൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് പഠിക്കുക, അതിന്റെ ഇക്വേഷനും എഴുതിയിരിക്കണം. ജൂൾസ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റും എഴുതണം, അതുപോലെ തന്നെ ഇക്വേഷൻ എഴുതിയിരിക്കണം. എന്നിട്ട് എന്തൊക്കെയാണ് ഓരോന്നും എന്തൊക്കെയാണെന്നും എടുത്തെഴുതുക. H ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, I എന്ന് വെച്ചാൽ കറന്റ് ആണ്, R എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ആണ്, T എന്ന് പറഞ്ഞാൽ ടൈം ആണെന്നും എഴുതുക.
മനസ്സിലായല്ലോ? അപ്പൊ ദാറ്റ് ഈസ് ജൂൾസ് ലോ കേട്ടോ. അത് അവിടെ എഴുതിയിട്ടുണ്ട്. ജൂൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് എഴുതുക. ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ H=I²RT ആണ്. പിന്നെ നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്യുമ്പോഴാണ് മറ്റ് 2 ഇക്വേഷൻസ് കിട്ടുന്നത് കേട്ടോ. അതും പഠിച്ചിരിക്കണം. 3 ഇക്വേഷൻ ആണ് ഹീറ്റിനെ റിലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ വരുന്നത്. ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ H=I²RT ആണ്. ബാക്കി 2 ഇക്വേഷനും ഉണ്ട്. അതും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ളതാണ്. എന്തൊക്കെയാണ്? H=I²RT ആണ് ബേസിക് ഇക്വേഷൻ. നമ്മുടെ ഓംസ് ലോ അപ്ലൈ ചെയ്യുമ്പോഴാണ് ബാക്കി കിട്ടുന്നത് കേട്ടോ. അപ്പൊ മറ്റേ ഇക്വേഷൻ ഏതാണ്? H=V²/R×T. V²/R×T വരും. അതുപോലെ തന്നെ H=VIT വരും കേട്ടോ. V²/R×T ഉണ്ട്, VIT ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണല്ലോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് തെറ്റിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അതായത് നമുക്കറിയാം ഹീറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? കറന്റ് ഉണ്ട്, കറന്റും റെസിസ്റ്റൻസും, അതുപോലെ ടൈം ഉണ്ട്. കറണ്ട് എന്ന് പറയുമ്പോൾ കറണ്ട് സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ കറണ്ട് നല്ലോണം സ്വാധീനിക്കുന്നുണ്ടെന്ന് അറിയാം. ഓക്കെ ആണല്ലോ. ഇനി വോൾട്ടേജ് സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. വോൾട്ടേജ് സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, അതായത് അറ്റ് കോൺസ്റ്റന്റ് വോൾട്ടേജ് കേട്ടോ, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്ലയൻസിന്റെ റെസിസ്റ്റൻസ് അവിടെ കുറവാണെന്ന് വിചാരിച്ചു. ഇപ്പൊ 2 അപ്ലയൻസസ് ഉണ്ട്. ഏതെങ്കിലും 2 അപ്ലയൻസ് A, B എന്ന് പറഞ്ഞിരിക്കുന്ന 2 അപ്ലയൻസ് ഉണ്ട്. അതിന്റെ 2ന്റെ വോൾട്ടേജ് എങ്ങനെയാണ്? സെയിം വോൾട്ടേജ് ആണ്. പക്ഷേ റെസിസ്റ്റൻസ് അവിടെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ റെസിസ്റ്റൻസ് കുറയുവാണെന്നുണ്ടെങ്കിൽ, ഒരു അപ്ലയൻസിന്റെ റെസിസ്റ്റൻസ് കുറവാണ് മറ്റേതിനേക്കാളും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ റെസിസ്റ്റൻസ് കുറയുവാണെന്നുണ്ടെങ്കിൽ അവിടെ കറന്റ് കൂടും കേട്ടോ. കറന്റ് കൂടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് സംഭവിക്കും? H=I²RT എന്നല്ലേ നമ്മുടെ ഇക്വേഷൻ. അപ്പം കറന്റ് കൂടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഹീറ്റ് അവിടെ കൂടുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം. റെസിസ്റ്റൻസ് കുറയുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഹീറ്റ് അവിടെ കൂടുവല്ലേ ചെയ്യുന്നത്. ഇത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ അല്ലേ? നമ്മൾ പഠിച്ച കാര്യം എന്താണ്? റെസിസ്റ്റൻസ് ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പഠിച്ചു. അപ്പൊ റെസിസ്റ്റൻസ് ഇവിടെ കൂടുവാണെങ്കിൽ എന്താണ്? ഹീറ്റ് കൂടും. പക്ഷേ ഈ രണ്ടാമത്തെ ഇക്വേഷൻ വരുമ്പോൾ എങ്ങനെയാണ്? റെസിസ്റ്റൻസ് അവിടെ കൂടുവാണെങ്കിൽ ഹീറ്റ് അവിടെ കുറയുവല്ലേ ചെയ്യേണ്ടതെന്ന് ഡൗട്ട് വരാം. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എപ്പോഴാണ് വരുന്നത്? അതായത് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ റെസിസ്റ്റൻസ് കുറവുള്ള ആ അപ്ലയൻസിൽ എങ്ങനെയായിരിക്കും? കറന്റ് കൂടും. ആ സമയത്ത് അവിടുത്തെ ഹീറ്റ് അവിടെ കൂടുവാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ അത് പ്രത്യേകമായിട്ട് ഓർത്തോണം. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ, അതായത് ഈ രണ്ടാമത്തെ ഇക്വേഷൻ വരുന്നത് അത് പ്രത്യേകം മനസ്സിലാക്കിക്കോണം. കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കുവാണെന്നുണ്ടെങ്കിൽ, കണ്ടോ, ഇഫ് ദ വോൾട്ടേജ് ഈസ് കോൺസ്റ്റന്റ്, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കുറഞ്ഞിരിക്കും. നമ്മൾ 2 സർക്യൂട്ട് ഉണ്ടാവത്തില്ലേ, സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കുറഞ്ഞിരിക്കുന്നു. ആ സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതാ നോക്കുക, റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് ഈസ് ഡിക്രീസ്ഡ്. ആ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കുറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കറന്റ് അവിടെ കൂടും. അതിന്റെ ഫലമായിട്ട് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എങ്ങനെയായിരിക്കും? ഇൻക്രീസ് ചെയ്യും കേട്ടോ. അതോ എപ്പോഴാണ് സംഭവിക്കുന്നത്? അറ്റ് കോൺസ്റ്റന്റ് വോൾട്ടേജിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതാണ് മെയിൻ പോയിന്റ് കേട്ടോ. റെസിസ്റ്റൻസ് കുറഞ്ഞിരിക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലേ, ആ റെസിസ്റ്റൻസ് കുറവായ അപ്ലയൻസിൽ എന്താണ്? കറന്റ് അവിടെ കൂടും. കറന്റ് കൂടിക്കഴിയുമ്പോൾ എന്താണ്? ഹീറ്റ് അവിടെ കൂടുവാണ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ഓംസ് ലോ അനുസരിച്ചിട്ട് തന്നെ I=V/R എന്നുള്ള ഒരു ഇക്വേഷൻ അല്ലേ. അപ്പൊ റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? കറന്റ് കൂടും നമുക്കറിയാം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. റെസിസ്റ്റൻസ് കുറയുവാണെന്നുണ്ടെങ്കിൽ അവിടെ കറന്റ് കൂടും കേട്ടോ. അപ്പം എമൗണ്ട് ഓഫ് ഹീറ്റും എങ്ങനെയായിരിക്കും? കൂടുവായിരിക്കും ചെയ്യുന്നത്. കാരണം ബേസിക് ഇക്വേഷൻ ഏതാണ്? H=I²RT ആണ് ഇക്വേഷൻ. മനസ്സിലായല്ലോ? അപ്പൊ അത് ഓർത്തോണം കേട്ടോ. അപ്പൊ നിങ്ങളിപ്പം നമ്മുടെ H=V²/R×T എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്താണ്? ഹീറ്റ് അവിടെ കൂടുവാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ എന്താണ്? റെസിസ്റ്റൻസ് കുറയുവാണെങ്കിൽ ഹീറ്റ് കുറയും. പക്ഷെ എന്താണ്? റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് ആ സിറ്റുവേഷൻ ഓർത്തണം. അതെപ്പോഴാണ് ആ സിറ്റുവേഷൻ? അറ്റ് കോൺസ്റ്റന്റ് വോൾട്ടേജ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, 2 അപ്ലയൻസ് AB എന്ന് പറഞ്ഞ് 2 അപ്ലയൻസ് എടുത്തു. 2ന്റെയും വോൾട്ടേജ് സെയിം ആണ്, 230 ആണ്. പക്ഷെ 2ന്റെ റെസിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടെന്ന് വിചാരിച്ചു. ഇതിന്റെ റെസിസ്റ്റൻസ് 10 ആണ്, ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു 5 ഓം ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഏതിനായിരിക്കും കൂടുതൽ ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് കുറഞ്ഞ ഇതിനായിരിക്കും. കാരണം ഈ ഇക്വേഷൻ റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്താണ്? ഹീറ്റ് കൂടും. അതെപ്പോഴാണ്? 2ന്റെയും കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് നിങ്ങൾക്ക് ഇച്ചിരി ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി അത് മനസ്സിലാവും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് പ്രത്യേകം മനസ്സിലാക്കിക്കോണം. കോൺസ്റ്റന്റ് വോൾട്ടേജ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ആ സിറ്റുവേഷനിലാണ് റെസിസ്റ്റൻസ് കുറയുമ്പോൾ അതാ നോക്കുക, കറന്റ് കൂടും. അപ്പോൾ എമൗണ്ട് ഓഫ് ഹീറ്റും എങ്ങനെയാണ് അവിടെ? കൂടുവാണ് ചെയ്യുന്നത്. പ്രോബ്ലം നോക്കാമേ.
Heater A and heater B are two heaters. Resistance of heater A is 1200 and that of heater B is 600 ohm. Both work for 5 minutes. Find out the current in heater A and heater B. Which heater gets heated more? Why? എന്നും ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ രണ്ട് ഹീറ്റർ ആണല്ലേ, ഹീറ്റർ എ ഉണ്ട് ഹീറ്റർ ബി ഉണ്ട്. ഹീറ്റർ എയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. എന്തൊക്കെയാണ് ഹീറ്റർ എയുടെ കാര്യങ്ങൾ? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടല്ലേ, 1200 ഓം ആണ്. പിന്നെ രണ്ടും വർക്ക് ചെയ്യുന്ന 5 മിനിറ്റ് ആണ് തന്നിട്ടുണ്ട്. സമയം എത്രയാണ്? 5 മിനിറ്റ് ആണ്. സമയത്തിന് നമ്മൾ അന്നേരം തന്നെ കൺവേർട്ട് ചെയ്ത് എഴുതണം കേട്ടോ. സെക്കൻഡിലേക്ക് എഴുതുക. 5 × 60 എത്ര വരും? 300 അല്ലേ, 300 സെക്കൻഡ് എന്ന് വരും. അതുപോലെ തന്നെ ഹീറ്റർ ബിയുടെ കേസിൽ വരുവാണെങ്കിലോ അവിടെ റെസിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 600 ഓം ആണ്. സമയം ഇതുപോലെ തന്നെ 5 മിനിറ്റ് ആണ്, അതായത് 300 സെക്കൻഡ് ആണ് വരുന്നത്. മനസ്സിലായല്ലോ? ഇനി രണ്ടിൻ്റെയും കേസിൽ എന്താണ്, നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാനുണ്ട്. അപ്പം കറണ്ട് I = V/R ആണ്. വോൾട്ടേജ് ഇവിടെ തന്നിട്ടില്ല, നമുക്കറിയാം ഇല്ലേ, എന്താണ് ഹൗസ് ഹോൾഡ് അപ്ലയൻസിലെ വോൾട്ടേജ് എത്രയാണ് വരുന്നത്? 230 വോൾട്ട് ആണ്, നമുക്കറിയാം കേട്ടോ. അത് വെച്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ V = 230 / R എത്രയാണ്? 1200 എന്ന് വരും. ക്യാൻസൽ ചെയ്യുക കേട്ടോ. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.19 ആംപിയർ എന്നാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അതുപോലെ തന്നെ ഇവിടെ കേസിൽ രണ്ടാമത്തെ ഹീറ്ററിന്റെ കേസിൽ നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുക. I = V/R ആണ്. ദെൻ എത്രയാണ് വരുന്നത്? ഇവിടെ എത്ര വരും? 230 / 600 എന്ന് വരും കേട്ടോ. 600 അതും ഇതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യുക. ഇപ്പം ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 0.38 ആംപിയർ എന്ന് വരും കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെയും കേസിൽ നമുക്ക് കറണ്ട് കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏത് ഹീറ്റർ ആണ് കൂടുതൽ ഹീറ്റ് ആവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ റീസണും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കാമല്ലോ ഇല്ലേ? നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കാം. H = ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ R ഉണ്ട്, T ഉണ്ട്, I നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? നമുക്ക് H = വോൾട്ടേജ് ഇവിടെ രണ്ടിൻ്റെയും കേസിൽ സ്ഥിരമാണ് അല്ലേ, രണ്ട് ഹീറ്ററിൻ്റെയും കേസിൽ ഇങ്ങനെ വോൾട്ടേജ് അവിടെ സ്ഥിരമാണ്. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? V²/R × T ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ V² എന്ന് പറയുമ്പോൾ എത്രയാണ്? 230 ഇല്ലേ, 230 × 230 സമയം 300 എന്ന് വരും. ഡിവൈഡഡ് ബൈ R എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 1200 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ക്യാൻസൽ ചെയ്യും കേട്ടോ. അതാ ഇവിടെ ഇത് പോയി, ഇവിടെ 3 കൊണ്ട് പോവും, ഇവിടെ 4 വരും. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ക്യാൻസൽ ചെയ്യും കേട്ടോ. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് വെച്ചാൽ 13,225 ജൂൾ എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അതായത് ഹീറ്റർ എയുടെ കേസിലുണ്ടാകുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്താണ്. ഇനി അതുപോലെ ഹീറ്റർ ബിയുടെ കാണുവാണെങ്കിൽ ഇതേ സെയിം ഇക്വേഷൻ V²/R × T. കാരണം അതാണ് വോൾട്ടേജ് സ്ഥിരമാണല്ലോ, അവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 230 × 230 സമയം എത്രയാണ്? 300 തന്നെയാണ് വരുന്നത്. റെസിസ്റ്റൻസിനുള്ള വ്യത്യാസമുണ്ട്, 600 ആണ് വരുന്നത് അല്ലേ. ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ എന്താണ് 2 വരും, പിന്നെ ഇതാ ഇത് ക്യാൻസൽ ചെയ്യാം, 115 വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് വെച്ചാൽ 26,450 ജൂൾ എന്ന് വരും. ആൻസർ എമൗണ്ട് ഓഫ് ഹീറ്റ് കിട്ടി. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഏതിനാണ് മോർ ഹീറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്ത്? രണ്ടാമത്തെ കേസിൽ അല്ലെ, ഹീറ്റർ ബി അല്ലെ, ഹീറ്റർ ബിക്കാണ് അല്ലെ, ബിക്കാണ് കൂടുതലായിട്ടും ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. ഹീറ്റ് കൂടുതൽ ആർക്കാണ്? ബിക്കാണ് ഹീറ്റ്. അതിന്റെ റീസൺ എന്താണ്? നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ ഏതാണ്? H = V²/R × T ഇല്ലേ. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് രണ്ടിന്റെയും വോൾട്ടേജ് സ്ഥിരമാണ്, സമയം സെയിം ആണ്. പക്ഷെ വ്യത്യാസം ഒന്നിൽ മാത്രമേ ഉള്ളൂ. ഏതിലാണ്? റെസിസ്റ്റൻസിലാണ് ഇല്ലേ. നമുക്ക് ഇക്വേഷൻ കാണുമ്പോൾ അറിയാം, റെസിസ്റ്റൻസ് കുറഞ്ഞതിനായിരിക്കും ഹീറ്റ് കൂടുതൽ ഉണ്ടാവുന്നത് ഇല്ലേ. റെസിസ്റ്റൻസ് കുറഞ്ഞത് ഏതാണ്? രണ്ടാമത്തെ ഇല്ലേ, രണ്ടാമത്തെ കേസിലാണ് റെസിസ്റ്റൻസ് കുറഞ്ഞത്. അപ്പൊ അതിനാണ് മോർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കേട്ടോ. ഇവിടെ പറയേണ്ട റീസൺ എന്താണ്? കോൺസ്റ്റന്റ് വോൾട്ടേജ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്. റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? കറന്റ് കൂടും. അതുകൊണ്ട് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എങ്ങനെയാണ് അവിടെ? ഇൻക്രീസ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്രോബ്ലത്തിന് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ വൈ എന്നുള്ളതിന്റെ ആൻസർ ഇത് തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്, അപ്പൊ റെസിസ്റ്റൻസ് എന്തായിരിക്കും? റെസിസ്റ്റൻസ് കുറയുവാണെന്നുണ്ടെങ്കിൽ കറന്റ് കൂടും. അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അവിടെ എങ്ങനെയാണ്? ഇൻക്രീസ് ചെയ്യും. നമുക്കിവിടെ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ടും എഴുതാം കേട്ടോ. അപ്പം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് വിച്ച് ഹീറ്റർ ഗെറ്റ്സ് ഹീറ്റഡ് മോർ എന്ന്. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് പറയാം രണ്ടിനെയും വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. അപ്പം റെസിസ്റ്റൻസ് കുറഞ്ഞ ഏതാണോ അതിന് ഹീറ്റ് കൂടുതലാണ്. ഇതിപ്പോ നമ്മൾ ചെയ്ത് നോക്കി എന്നുള്ളൂ, അതിന്റെ ആവശ്യമില്ല. ഈ ഇക്വേഷൻ തന്നെ നമുക്ക് എഴുതിയാലും മതി. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക് പവറിനെ കുറിച്ചാണ് കേട്ടോ.
പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ബൈ ആൻ ഇലക്ട്രിക് അപ്ലയൻസ് പെർ യൂണിറ്റ് ടൈം. എന്തുമാത്രം വർക്ക് അല്ലെ, വർക്ക് ചെയ്യുന്നുണ്ട് യൂണിറ്റ് ടൈമിൽ, എന്തുമാത്രം വർക്ക് ഡൺ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ ഇലക്ട്രിക് പവർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. പവറിന്റെ യൂണിറ്റ് നമുക്കറിയാം എന്താണ്? വാട്ടാണ്. ഇനി നമ്മൾ ഇലക്ട്രിക് എനർജി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? വാട്ട് അവർ മീറ്റർ ആണ് കേട്ടോ. വാട്ട് അവർ മീറ്റർ ആണ് നമ്മൾ ഇലക്ട്രിക് എനർജി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ്. ഇനി ഇത് ഓർത്തിരിക്കുക, കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി, വ്യാവസായികമായിട്ടുള്ള യൂണിറ്റ് ഏതാണ്? കിലോ വാട്ട് അവർ ആണ് കേട്ടോ. കിലോ വാട്ട് അവർ ആണ് വ്യാവസായികമായിട്ടുള്ള അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നത്. ഇനി 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ 1 കിലോ വാട്ട് അവറിന് നമ്മൾ വേറെ പേരും പറയും. എന്താണ്? 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി എന്നും പറയുമല്ലേ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി കൺസ്യൂംഡ് ബൈ ആൻ അപ്ലയൻസ് വിത്ത് 1000 വാട്ട് പവർ ഇൻ 1 അവർ. 1 മണിക്കൂറിൽ 1000 വാട്ട് പവർ കൺസ്യൂം ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? 1 യൂണിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ 1 കിലോ വാട്ട് അവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്? ഇതാ നോക്കൂ കേട്ടോ, 3.6 × 10⁻⁶ ജൂളിനോട് ഈക്വൽ ആണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. 1 കിലോ വാട്ട് അവർ അല്ലെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയും. 1 കിലോ വാട്ട് അവർ അല്ലെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയും കേട്ടോ. 1 യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 3.6 × 10⁻⁶ ജൂളാണ്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇലക്ട്രിക് എനർജി കൺസെപ്ഷൻ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ചെയ്യാൻ ചോദിക്കുന്നതാണ് കേട്ടോ. പവർ ഇൻ വാട്ട്, പവർ വാട്ടിലായിരിക്കണം. ടൈം ഇൻ അവർ, സമയം മണിക്കൂറിലായിരിക്കണം. ഡിവൈഡഡ് ബൈ 1000. അപ്പൊ നമുക്ക് ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് കിലോ വാട്ട് അവറിലുള്ള ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡഡ് ബൈ 1000. ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കും. അതിന്റെ കോസ്റ്റ് ഒക്കെ വെച്ച് ചോദിക്കും കേട്ടോ. നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്. എക്സാം ക്വസ്റ്റ്യൻസ് പാറ്റേൺ ഉണ്ട്, അതിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെയ്ത് തന്നെ നോക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രിക് എനർജി കൺസംഷൻ നമ്മുടെ വീടുകളിൽ കുറയ്ക്കാൻ സാധിക്കുന്നത് കേട്ടോ. 2 പോയിന്റുകൾ ഓർത്തിരിക്കുക കേട്ടോ. ചോദിക്കാം, നിങ്ങളൊരു മിനിമം ഒരു 4 പോയിന്റെങ്കിലും ഓർത്തിരിക്കുക. എങ്ങനെയാണ്? യൂസ് എനർജി എഫിഷ്യന്റ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസസ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ എങ്ങനെയാണ്? ടേൺ ഓഫ് സ്വിച്ചസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യൂസിന് ശേഷം സ്വിച്ച് ഒക്കെ അന്നേരം തന്നെ ഓഫ് ചെയ്യുക. LED ബൾബ്സും ട്യൂബ്സും ഉപയോഗിക്കുക. പിന്നെ എന്താണ്? ചൂസ് ദ സൈസ് ഓഫ് ദ ഫാൻ അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ റൂമിന്റെ സൈസ് അനുസരിച്ചുള്ള ഫാനൊക്കെ ഉപയോഗിക്കുക. പിന്നെ എന്താണ്? BLDC ഫാൻ കേട്ടോ. BLDC ഫാനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് എനർജിയുടെ ഉപഭോഗം നമുക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. The next one is the energy crisis. എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജിയുടെ ഡിമാൻഡ് കൂടും, ആവശ്യകത കൂടും, പക്ഷെ എങ്ങനെയാണ് അതിന്റെ അവൈലബിലിറ്റി കുറയും. അതിനെയാണ് നമ്മൾ എനർജി ക്രൈസിസ് എന്ന് പറയുന്നത്. എന്താ നോക്കുക, ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഓഫ് എനർജി. എനർജിയുടെ ഡിമാൻഡ് കൂടും, പക്ഷെ എന്താണ്? ഡിക്രീസ് ഇൻ അവൈലബിലിറ്റി ഇവിടെ എങ്ങനെയാണ്? കുറവാണ്. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? എനർജി ക്രൈസിസ് സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അങ്ങനെയുള്ള എനർജി ക്രൈസിസ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇല്ലേ റിന്യൂവബിൾ എനർജി സോഴ്സുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയുള്ള എനർജി സോഴ്സ് ആണ് സോളാർ സെൽസ് അല്ലെങ്കിൽ സോളാർ എനർജി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് സോളാർ എനർജീനെ എന്താണ്? ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളാർ സെൽസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടൊക്കെ റൂഫ് ടോപ്പ് പവർ പ്രോജക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. KSEB ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? സണ്ണിൽ നിന്നുള്ള എനർജി അല്ലേ ഉപയോഗിക്കുന്നത്, ഫോസിൽ ഫ്യൂൽ ഉപയോഗിച്ചൊന്നും അല്ലല്ലോ, സണ്ണിൽ നിന്നുള്ള എനർജിയാണ്. അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എനർജി ക്രൈസിസ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇനി ഈ സോളാർ പാനലൊക്കെ ഇൻസ്റ്റാൾ ചെയ്താലുള്ള ബെനിഫിറ്റ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. ക്യാൻ ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫോർ ഹോം. വീടുകളിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എൻവയോൺമെന്റൽ പൊല്യൂഷനൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഇല്ലേ. മറ്റ് ഫോസിൽ ഫ്യൂൽ ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും ഒക്കെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കാർബൺ ഫുട് പ്രിന്റിനെ കുറിച്ചാണ്. എന്താണ് കാർബൺ ഫുട് പ്രിന്റ്? എന്താണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരുപാട് വാതകങ്ങളില്ലേ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് പുറത്തേക്ക് വിടുന്നുണ്ട്, പല രൂപത്തിൽ നമുക്ക് പുറത്തായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതെന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനോട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് തന്നെ എന്താണ് നമ്മൾ പുറത്തോട്ട് വിടുന്നുണ്ട്. അപ്പൊ അതിന് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മുദ്ര, അതിനെയാണ് നമ്മൾ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ഹരിതഗ്രഹവാതകങ്ങളുടെ അളവിന് തത്തുല്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അത് പരിവർത്തനം ചെയ്ത് സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർബൺ ഫുട് പ്രിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്.
The quantity of emitted greenhouse gases to atmosphere converted and expressed as equivalent to the measure of carbon dioxide, that is known as carbon footprint. കേട്ടോ, അതെങ്ങനെയാണ് നമ്മൾ കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? റെഡ്യൂസ് ഡൊമസ്റ്റിക് എനർജി കൺസംഷൻ ഇല്ലേ, ഗാർഹിക ഊർജ്ജത്തിന്റെ ഉപയോഗമൊക്കെ കുറയ്ക്കുക. അപ്പോൾ അവോയ്ഡ് വേസ്റ്റിംഗ് ഫുഡൊക്കെ വേസ്റ്റ് ചെയ്യാതിരിക്കുക അല്ലേ. ഉണ്ടാക്കുന്ന നമ്മൾ എനർജി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് വേസ്റ്റ് ചെയ്യാതിരിക്കുക. പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ ഉപയോഗിക്കുക. റെഡ്യൂസ് വേസ്റ്റ് ബൈ യൂട്ടിലൈസിങ് റീയൂസബിൾ പ്രൊഡക്ട്സ്, അത് പുനരുപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ എഡ്യൂക്കേറ്റ് സൊസൈറ്റി അബൌട്ട് റെഡ്യൂസിങ് കാർബൺ ഫുട് പ്രിന്റ്, അപ്പം കാർബൺ പാദമുദ്ര കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള സമൂഹം ബോധവൽക്കരിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയാണ് പെർഫോം എനർജി കൺസ്യൂമിങ് ആക്ടിവിറ്റീസ് ഇൻ ആൻ എനർജി സേവിങ് മാനർ, അതായത് ഊർജ്ജം വിനിയോഗിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ എങ്ങനെയാണ് ഊർജ്ജം ലാഭിക്കുന്ന രീതിയിലൊക്കെ ചെയ്യാനാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് കാർബൺ ഫുട് പ്രിന്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ പോയിന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മിക്കപ്പോഴും പ്രധാനമായിട്ടും ചോദിക്കുന്നത് തെറ്റിക്കുന്നതും ഒക്കെ ഈ പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ പ്രോബ്ലം ഒക്കെ ചെയ്യുക, യൂണിറ്റ് ഒക്കെ കൃത്യമായിട്ട് എഴുതുക, കാൽക്കുലേഷനും ഇക്വേഷനും ഒക്കെ കൃത്യമായിട്ട് എഴുതിയിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു ഓവറോൾ ഒരു റിവിഷനാണ് നമ്മൾ കഴിഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കുക. എക്സാം ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെയ്ത് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മറ്റൊരു ചാപ്റ്ററിന്റെ വൺ ഷോട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക, മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക്